അമ്മേ എന്താ മോനെ? അമ്മ ഇത് വായിച്ചു നോക്കിയേ. എന്തേ? അവളുടെ ഫോളോവേഴ്സ് എഴുതിയേക്കണ നമ്മളെ കണ്ടവളെ അവളെ പണിപ്പിച്ചിരുന്ന് തിന്നി വന്നു. ഇന്നെങ്കിലും അമ്മ ഉണ്ടാക്കിയോടെ വല്ലതും. നീ എന്താ ഉദ്ദേശിക്കണേ? തിന്നാനാണെങ്കിൽ അവളുണ്ടാക്കണം, കളയാനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കണം. അവൻ എന്നോട് പലഹാരം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പറയാ, തിന്നാനാണെങ്കിൽ അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചോ, കളയാനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ന് വെറൈറ്റി പലഹാരം ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. അതെ, എന്നിട്ട് വെറൈറ്റി വേണ്ടേ? എന്തിനു വെറൈറ്റി ഉണ്ടാക്കി? ഓക്കെ, ഇപ്പൊ ഉണ്ടാക്കിട്ട് വരാം. ഇന്ന് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ? അതിന് നമ്മളിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവോള, പച്ചമുളക്, മല്ലിയില, കുത്തുമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 2 ബൗള് മൈദപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ അതേപോലെ പരത്തി എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഈ പാത്രത്തിൽ വെറുതെ ഒന്ന് പരത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അതിന്റെ മുകളിൽ വെച്ച് പരത്തി എടുക്കുക. എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് അതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തിളച്ച വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്ത് അതിലൊന്ന് തിരിച്ച് മറിച്ചൊക്കെയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് അതിന്റെ മുകളിലൊക്കെ ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. അങ്ങനെ അതേ നമ്മളുടെ ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ഇവിടെ റെഡിയാണ്. ഇന്ന് കൊളസ്ട്രോളും ഷുഗറും ഒന്നും ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കഴിച്ചോട്ടാ. അപ്പൊ നമുക്കിത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. അമ്മേ വാ, ചായ വന്നു. ചായ വെറൈറ്റി കടി വന്നിട്ടുണ്ട്. അതെ, നമ്മള് രണ്ടാള് എന്നിങ്ങനെ തിന്നു കഴിഞ്ഞാലേ ബിൻഷയുടെ ഫോളോവേഴ്സ് ഒക്കെ നമ്മളെ എന്നും കുറ്റം പറയും. അവളെ വിളിച്ചോ. ബിൻഷ വാ, വാ മോളെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ എന്തായാലും കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അമ്മ വെറൈറ്റി തിന്നണെങ്കിൽ കാര്യമൊക്കെ അമ്മ പറഞ്ഞാലും ബിൻഷന്ന് വെക്കണം കേട്ടാ. അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ കളയാനേ പറ്റുള്ളൂ. സൂപ്പറായിട്ടുണ്ട്. അല്ല, ഒന്നിനൊന്നിനും മെച്ചാട്ടാ എന്തുണ്ടാക്കിയാലും അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നു. നിന്റെ ഫോളോവേഴ്സ് ഒക്കെ പറഞ്ഞാൽ നിനക്ക് ഒന്നും തന്നില്ലാന്ന് പറഞ്ഞു. സ്പെഷ്യലി അതാണ് ഞങ്ങൾ എന്നും നിന്നെ കൊണ്ട് വെപ്പിക്കണേ. നല്ലതാ. എല്ലാവരും പരാതി മാർക്കാം അല്ലേ? അമ്മ ഉണ്ടാക്കി അങ്ങനെ തിന്നാൻ പറ്റും. എനിക്കറിയില്ല എങ്ങനെയൊന്നും ഉണ്ടാക്കാം.